ഈ ഒരു ടാസ്കില് ഡെൻ ടീമിലെ ജാസ്മിനും ശ്രീതുവും നെസ്റ്റിലെ അർജുനും ഗബ്രിയുമായിട്ട് പ്ലാൻ ചെയ്ത് കളിച്ചു എന്നാണ് ജിൻഡോ രതീഷിനോട് ഇപ്പോഴും കുറച്ചു മുമ്പുമായിട്ട് പറയുന്നത്. ഇപ്പൊ രതീഷ് ജിൻഡോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ നീ പറയുന്നത് നെസ്റ്റിലെ 2 നിന്റെ ടീമിലെ 2 പ്ലാൻ ചെയ്തു എന്നല്ലേ? അപ്പൊ അവരുടെ പ്ലാൻ നീ തോറ്റു കൊടുത്ത് പൊട്ടിച്ചു കൊടുത്തു. നീ നിന്നെ വെച്ച് തന്നെ ഒരു ചൂതാട്ടം കളിച്ചു, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് ഓർത്തുകൊണ്ട്. അത് പക്ഷെ നിനക്ക് കിട്ടി. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, 3 പേര് അവിടെ ഉള്ളപ്പോ എങ്ങനെയാണ് ഞങ്ങളുടെ ബലൂൺ പൊട്ടുന്നത്? പ്ലാനിങ് തന്നെയാണ് ഇത് തറപ്പിച്ച് പറയുന്നു ജിൻഡോ. ജാസ്മിനും ഗബ്രിയും അർജുനും ശ്രീതു ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയോ എന്നൊന്നും നമുക്കറിയില്ല, കാരണം നമ്മളിത് കണ്ടിട്ടില്ല. പക്ഷെ രതീഷ് പറയുന്നത് പോലെ 2 ടീമുകളും ആദ്യം തന്നെ തോറ്റു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജിൻഡോ ഇവിടെ കളിക്കാതിരുന്ന് അവരുടെ പ്ലാനിങ് ആണ് ഇല്ലാതാക്കിയത്. നമുക്ക് ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് ഇങ്ങ് വരണം. ജിൻഡോ കളിക്കാതിരുന്നത് പുള്ളി ഒരു ന്യായം പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ജിൻഡോ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊരു പവർ ടീം ഫേവറിസത്തിന് വേണ്ടി തന്നെ ആയിരിക്കും ജാസ്മിനും നമ്മുടെ ശ്രീതുവും ഇവരുടെ ടീമിന്റെ കൂടെ നിൽക്കാതിരുന്നത്. പക്ഷെ പ്ലാൻ കയ്യിൽ നിന്ന് പോയി, ഏതൊരു വേ പ്ലാൻ കയ്യിൽ നിന്ന് പോയി. അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ജിൻഡോ എങ്ങനെ ഒരു കാര്യം നമ്മുടെ രതീഷിനോട് പറഞ്ഞു, ഒരു സംശയമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും